കടലിരമ്പുന്ന മനസ്സും പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡവും പേറി തിരുവനന്തപുരത്ത് നിന്നെത്തിയ രണ്ട് അമ്മമാർ കലോത്സവ നഗരിയിൽ കണ്ടുമുട്ടി. കൂലിപ്പണി ചെയ്താണ് ഇവർ മക്കളെ കലയോട് ചേർത്ത് നിർത്തുന്നത്. ഒരു വർഷത്തെ സ്വപ്ന സാഫല്യമാണ് ഇത്. പൊന്നോമനയെ അരങ്ങിലെത്തിക്കാൻ പണിപ്പെട്ട ഒരമ്മ മനസ്സിന്റെ ആളലുകൾ അടങ്ങിയ നിമിഷം. ഗ്രീൻ റൂമിലെ മറുവശത്ത് മറ്റൊരമ്മയുണ്ട്. ഉള്ളുരുകി മകന്റെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മറ്റൊരമ്മ. ഇത് അനിതയും മായയുമാണ്. കലോത്സവ വേദിയിലെ നിറസാന്നിധ്യമായ ഗൗതമിന്റെയും മനുവിന്റെയും അമ്മമാർ. നിധി പോലെ സൂക്ഷിച്ച നാണയത്തുട്ടുകളും ഒരു പിടി സ്വപ്നങ്ങളുമായി 7 നാൾ മുമ്പ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയതാണ്. നാടോടി നൃത്ത മത്സരവേദിയിൽ അപ്രതീക്ഷിതമായി ഇരുവരും പരസ്പരം കണ്ടു. മക്കളുടെ കലാവാസനയ്ക്ക് പൂർണ്ണത നൽകാൻ എപ്പോഴും കൂടെയുണ്ടാകും ഈ അമ്മമാർ. ഞാൻ പൈസ എടുത്ത് തന്നെയാണ് എൻ്റെ മോനെ ഇതുവരെ എത്തിച്ചത്. കാരണം 1 ലക്ഷം രൂപയോളാവും ഒരു വേദി കഴിഞ്ഞ് വരുമ്പോൾ. അത്രയും നാട്ടുകാരെ കയ്യിൽ നിന്ന് സഹായിച്ചും പലരും സഹായിച്ച് തന്നെയാണ് എൻ്റെ കൊച്ചിനെ ഇവിടെ വരെ ഞാൻ കൊണ്ടെത്തിച്ചത്. പക്ഷേ അത് ഇനിയും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം ഞാൻ വീട്ടു ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന കഷ്ടപ്പാട് എങ്ങനെയാണെന്ന് 2 മക്കളുടെ പഠനവും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ അപ്പുറം കടത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് കടത്തിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. തൂറ്റിന്നൊക്കെ ലോണുണ്ട്, അതൊക്കെ നമുക്ക് ഭയങ്കര സഹായമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടച്ച് തീരുമ്പോൾ അടുത്ത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലോൺ, പിന്നെ നമ്മൾ ഇങ്ങനെ നാട്ടുകാരെയൊക്കെ സഹായിക്കണമുണ്ട്. മോൻ്റെ ഈ കലയുടെ ഇതിന് വേണ്ടി സഹായിക്കണം. പകലന്തിയോളം വീട്ടുജോലി ചെയ്താണ് മായ മനുവിനെ പഠിപ്പിക്കുന്നതും നൃത്തം പരിശീലിപ്പിക്കുന്നതും. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ വലിയ പങ്ക് നീക്കിവെച്ചിട്ടും മാസത്തിൽ 2 അറ്റം മുട്ടിക്കാൻ പാടുപെടുന്നു അനിത. മക്കളുടെ കലാവാസനകൾക്ക് തണൽ തേടുകയാണ് ഈ അമ്മ മനസ്സുകൾ. തുച്ഛമായ വരുമാനം കൂട്ടിവെച്ച് മക്കളുടെ കലാവാസനയ്ക്ക് പൂർണ്ണത നൽകാൻ ശ്രമിക്കുകയാണ് ഈ അമ്മമാർ. പണാധിപത്യം അരങ്ങുവാഴുന്ന മേള ഇരുവർക്കും സമ്മാനിക്കുന്നത് നെടുവീർപ്പുകളും ആശങ്കകളും. ക്യാമറമാൻ അനിൽ നീലേശ്വരത്തോടൊപ്പം സുവി വിശ്വനാഥൻ, ടീം ന്യൂസ് 18, കലോത്സവ നഗരി.